ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുട്ടികളൊക്കെ നല്ല ഉയർച്ചയിൽ, എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് നല്ല നിലയിൽ വരണമെന്നും അവർ പിന്നെ സ്വഭാവത്തിലോട്ടൊന്നും പോകരുത്, നല്ല കുട്ടികളായിട്ട് വളരണമെന്നൊക്കെ ഉള്ളത് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഒരു ലെവലിൽ, നല്ല ഒരു എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ അതുപോലെ നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിട്ട് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്യാഷ് അവർക്ക് അവർക്ക് വേണ്ടി ബാങ്കിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടോ, അതല്ല എങ്കിൽ നമ്മൾ കൂടുതൽ അവർക്ക് വേണ്ടി കൂടുതൽ നമ്മൾ ഡീപ്പായിട്ട് പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പകരം അവരിൽ കുഞ്ഞുനാൾ മുതലേ ഭക്തി എന്നൊരു അതായത് ഭഗവാനുണ്ട്, അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ, ഭഗവത്പരമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ദിവസം ഒരു അരമണിക്കൂർ ടൈമെങ്കിലും അതിനു വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ്. ഒന്നും വേണ്ട, നമ്മുടെ ഭാഗവതം ഒക്കുന്ന മാതാപിതാക്കൾ ഭാഗവതം വായിച്ചിട്ട് അതിൻ്റെ കഥ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് ഓരോ പാർട്ടായിട്ടാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓരോ പേജ് ഒരു ദിവസം ഒരു പേജ് പറഞ്ഞു കൊടുത്താൽ മതി. കുഞ്ഞുങ്ങളത് ആദ്യം അത് കേൾക്കട്ടെ. ആ കഥകൾ കേൾക്കുന്തോറും, ആ കഥ കേൾക്കുമ്പോൾ തന്നെ, ഭഗവാൻ കണ്ണൻ്റെ കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളിൽ മാറ്റം വന്നു തുടങ്ങും. അതുപോലെ തന്നെ അതായത് ഇങ്ങനെ വാശിയൊക്കെ ഉള്ള പിള്ളേർക്ക് അതൊക്കെ മാറി നല്ലൊരു ലെവലിൽ അവർ എത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭഗവാൻ നമ്മുടെ കൈകളിലുണ്ട്, ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നൊരു ഉറച്ച വിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിന് നമ്മൾ ഈ ഭക്തി മാർഗ്ഗമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടതെന്നല്ല, വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനോടൊപ്പം ഞാൻ പറഞ്ഞുവല്ലോ, ഹാഫ് ഹവർ നമ്മൾ ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ സന്ധ്യയ്ക്ക് നാമം ചെല്ലുക. അത് എന്നും മസ്റ്റായിട്ട് ഒരു 10 മിനിറ്റ് കുഞ്ഞുങ്ങളെ കൊണ്ട് നാമം ചെല്ലിച്ചിരിക്കണം. ഉറപ്പായിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിച്ചിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ആയാലും മതി, അല്ലെങ്കിൽ പ്രഭാതത്തിൽ നോക്കുന്നവരെ അങ്ങനെ ചെയ്താലും മതി. രാവിലെ ഒരു അരമണിക്കൂർ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഭാഗവത കഥ ഏതെങ്കിലും ഒരു ഭാഗം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഥകളുണ്ടല്ലോ, ഓരോ ഭാഗങ്ങളായിട്ടാണല്ലോ, അത് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അവർ ഇച്ചിരി അതൊക്കെ വായിച്ച് പ്രാപ്തരാകുന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് വായിക്കാൻ ട്രൈ ചെയ്യിക്കുക. പിന്നെ അത് അവരുടെ ഒരു ഡെയിലി റൊട്ടീൻ പോലെ ആയിക്കോളും. അപ്പോൾ അത് തന്നെ അവരുടെ ജീവിതം രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവും നിങ്ങൾ പിന്നെ വേറെ ഒരു കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ മാതാപിതാക്കളും ഇങ്ങനെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്നതായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഭഗവാൻ തന്നെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും. ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവം കൃഷ്ണാർപ്പ നമസ്തുതേ.